സ്വയംവരം സ്വയംവരം. ഏതായാലും നിങ്ങളുടെ കല്യാണ വിശേഷങ്ങളാണ്. സോ തീർച്ചയായിട്ടും ആൻസൺ ചെറായി അവിടെ ആയതുകൊണ്ട് കല്യാണം നടന്നത് അവിടെയാണല്ലോ അല്ലേ? എവിടെ വെച്ചാണ് കല്യാണം നടന്നത്? കല്യാണം പറവൂർ ട്രീസ ഗാർഡൻസ്. ഓക്കെ. പറവൂര് സിറ്റി ലൈക്ക് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. പള്ളി ഏത് പള്ളിയായിരുന്നു? പള്ളി മഞ്ഞുമാത പള്ളി, പള്ളിപ്പുറം. ഓക്കെ. അതാണ് ഞങ്ങളുടെ ഇടവിക. അതാണ് ഒരു ബസിലിക്കയാണ്. ഓക്കെ. പിന്നെ അവിടെ വെച്ച് കിട്ടണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് പണ്ട് തൊട്ട്. അതും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം നിന്നപ്പോഴും അച്ഛനും ജിബയും കൊണ്ടായിട്ടിരുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു എട്ടേറിലായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം പലരും പലതും പറഞ്ഞുകൊണ്ടിരുന്നു മാറ്റാനായിട്ട്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ല. അത് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ. ഇപ്പോഴത്തെ ആൾക്കാർ കൂടുതലും വെസ്റ്റേൺ വെയർ ആണ് കല്യാണത്തിന് ഇടുന്നത്. ഏത് കളറാണ് ചൂസ് ചെയ്യുന്നത്? ഓഫ് വൈറ്റ്. അത് എൻട്രി ആവാൻ വന്നത് പഴയ അംബാസിഡറിലായിരുന്നു. അത് ഫ്രണ്ടിൽ ഒരു ഓൾമോസ്റ്റ് 15 to 20 എൻഫീൽഡ്സ് ഉണ്ടായിരുന്നു. എൻട്രി ഫുൾ പ്ലാൻ ചെയ്ത ചേട്ടനും ടീമോ അത് അവരങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോ അതിന്റെ മെനക്ക് ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന്റെ അന്ന് രാവിലെയാണ് ഞാൻ നോക്കുമ്പോ പടപടയെന്ന് ഓരോരുത്തരായിട്ട് പലയിടത്തുനിന്നും പല ബുള്ളറ്റ് കൊണ്ടൊന്നും വീട്ടിന്റെ മുമ്പിൽ നിരത്തിയാണ്. ഒരു 15 to 20 ബുള്ളറ്റ്സ് ഉണ്ടായിരുന്നു. അന്നത്തെ ഒരെണ്ണം ചേട്ടൻ സ്പെഷ്യലായിട്ട് ഹാൻഡ് മെയ്ഡ്. അന്നത്തെ ഫുൾ ബുള്ളറ്റ് ചേട്ടൻ തന്നെ മേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ചേട്ടൻ ലീഡ് ചെയ്തു. പുള്ളിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റർ ഫുൾ പ്രോഗ്രാം. ആ നേരെ വന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് ഒരുമിച്ച് അങ്ങോട്ട് കയറി. അതെ അതെ, ഞാൻ സ്കേർട്ട് സാരി ആയിരുന്നു. അത് അരുൺ ചേട്ടൻ ഡിസൈൻ ചെയ്തതാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, മെറ്റീരിയൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. തലേ ദിവസം കൊണ്ടുവരുമ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത്. അപ്പം ഒരു ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഒരു കോസ്റ്റ്യൂമായിരുന്നു. ഒരു വെസ്റ്റേണും അല്ല ട്രഡീഷണലും അല്ലാത്ത രീതിയിലുള്ള ഒരു അറ്റയർ ആയിരുന്നു എൻ്റെ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പിക്സ് അങ്ങനെ റെഫറൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിനോട് മാച്ചിങ് ആയിട്ട് എന്നാൽ അതുപോലെ അല്ലാത്ത രീതിയിൽ അത് നല്ല രീതിയിൽ ചെയ്തു വന്നു. റിസപ്ഷന് ആൻഡ് സ്യൂട്ടായിരുന്നു. എൻ്റെ മന്ത്രകോടി ക്യാരറ്റ് പീച്ച് ഷെയ്ഡിലായിരുന്നു. ട്രഡീഷണൽ അറ്റയർ ആയിരുന്നു. അതായത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഫുൾ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട്. അത് പപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു, ഫുൾ ഓർണമെന്റ്സ് വേണം. അങ്ങനെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പപ്പയും അമ്മയും നമ്മുടെ അവിടുത്തെ ഒരു കസ്റ്റമർ ബീച്ച് സൈഡ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രഡീഷണൽ അറ്റയറിൽ അങ്ങനെയായിരുന്നു. അത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഇതേപോലെ തന്നെ ക്യൂ ആയിട്ട് ചേട്ടന്മാരെല്ലാവരും കൂടെ ബൈക്ക് എടുത്തു. അതിന്റെ ബാക്കിൽ അംബാസഡർ കാർ ഒരു 10 കിലോമീറ്റർ റാലി. 10 കിലോമീറ്റർ. അതും ഈ പറഞ്ഞ പോലെ മറ്റേ കുതിരവണ്ടി പറഞ്ഞ പോലെ അവിടെ നാട്ടുകാരൊക്കെ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. കാരണം അത് കാണാൻ ഒരു പ്രൊസഷൻ ഒരു മൂഡായിരുന്നു. ഇത്രയും ഇതും ഒക്കെ ആയിട്ട്. എന്നിട്ട് അവിടെ പോയി കാർ സെന്ററിൽ പാർക്ക് ചെയ്ത് ബൈക്ക് ചുറ്റും ഒരു സർക്കിളൊക്കെ എടുത്ത് ബുള്ളറ്റ് സർക്കിൾ ചെയ്ത് ഹോൺ അടിച്ച് ഒരു രസമായിരുന്നു. അത് മ്യൂസിക്കൽ ഹോൺ ആയിരുന്നു. ഒരു റിതമൊക്കെ ഇട്ടിട്ട് രസമായിരുന്നു. അതും ഈവനിങ് ആയ കാരണം മൊത്തം ആ ഒരു ഇരുട്ടും അതിനിടയിലുള്ള ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഇവരുടെ കല്യാണത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദെയർ ബ്യൂട്ടിഫുൾ വെഡിങ് ഹൈലൈറ്റ്സ്.
പിന്നെ പിറ്റേ ദിവസം മാരേജ് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് വരുന്നത് 3 മണിക്കായിരുന്നു, 3 മണിക്കായിരുന്നു. നമ്മുടെ ബസ്സിൽ ഏത് പള്ളിയായിരുന്നു? ഫ്രാൻസിസ് കാത്തീഡ്രൽ കപ്പൽ പള്ളി പറയും, അവിടെ വെച്ചിട്ടായിരുന്നു. അവിടെ എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു മാതാവിന്റെ അടുത്ത്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം നടത്തിയത്. അപ്പോൾ എൻ്റെ പീകോക്ക് ബ്ലൂ ആയിരുന്നു തീം. പീകോക്ക്, അതായത് പീകോക്ക് ബേസ്ഡ് പീകോക്ക് തീമായിരുന്നു, ബ്ലൂ എടുത്തു മാത്രം അതില്. അതുപോലെ കല്യാണത്തിന് വേണ്ടി ഇവളെ വിളിക്കും, ചേട്ടാ പീകോക്കിന്റെ എന്തെങ്കിലും വേണം. അപ്പോൾ എല്ലാതും പീകോക്ക് ഫെദർ കംപ്ലീറ്റ് ഇവിടെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അതിന്റെ അവൈലബിലിറ്റി ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. നമ്മൾ ആദ്യം ഫ്ലവർ ഗേൾസിന്റെ ഡെക്കറേഷൻസ് ഫുൾ അതേ പ്ലാൻ ചെയ്തു. ആദ്യം ഫ്ലവർ ഗേൾസിന്റെ ബൊക്കെ നമ്മൾ പ്ലാൻ ഫുൾ ഫെദർ കൊണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഇഷ്യൂസ് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അപ്പൊ പീകോക്ക് ബ്ലൂ ആക്കി. അതുകൊണ്ട് പീകോക്ക് ആയിരുന്നു തീം, പക്ഷെ അത് മാറ്റി പീകോക്ക് ബ്ലൂവിലേക്ക് ആക്കി. കേക്ക് പീകോക്ക് കേക്ക് പോലെയായിരുന്നു. കേക്ക് നോർമൽ, അതുമ്പോൾ നമ്മൾ പീകോക്ക് ഒരു ചെയ്യിപ്പിച്ചെടുത്താണ്. ഫെദർ ഒറിജിനൽ വെച്ചിട്ട് ലെങ്തി ഹെയർ ഒക്കെ വെച്ച് ചെയ്തതാണ്. പിന്നെ ലൈറ്റിംഗ് ബ്രോച്ച് ബ്രൂച്ച് ഒക്കെ പീകോക്ക് ഫെദർ ആയിരുന്നു. എല്ലാവരുടെയും ബ്രോച്ച് പീകോക്ക് ഫെദർ ആയിരുന്നു. എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ? ഇതുപോലെ തൃശ്ശൂരത്ത് സ്റ്റേജ് ചെയ്യണവര് എറണാകുളത്ത് ചെയ്തു. ഇപ്പൊ നമ്മുടെ ബെറ്റർ വെഡിങ് ചെയ്തവരാണ് ഇവിടെയും സ്റ്റേജ് ചെയ്തത്. തൃശ്ശൂർ ബേസ്ഡ് ആണ് അവര്. അപ്പൊ അവര് അവരുടേതായ ഐഡിയയിൽ ബ്ലൂ ലൈറ്റിംഗ് ആയിരുന്നു കൂടുതലും. അതിനുവേണ്ടി അവര് പീകോക്ക് എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി എക്സ്ട്രാ ഡിസൈൻസ് ഒക്കെ ചെയ്തു. എന്താ പറയാ, ഒരു ഓൾമോസ്റ്റ് 6 to 7 days അവർ എറണാകുളം സെറ്റിലായിരുന്നു അതിന് വേണ്ടിയിട്ട്. കാറ്ററിംഗ് സെക്ഷനിൽ ഒരു പീകോക്ക് ഉണ്ടായിരുന്നു. പിന്നെ പീകോക്ക് ഫെദറിന്റെ ബ്രോച്ച് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ആംബിയൻസ് ഫുൾ ബ്ലൂ ആയിരുന്നു. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കൂടുതൽ. ഇവരുടെ വെഡിങ് ശരിക്കും ഒരു ഗ്രാൻഡ് സെറമണി തന്നെയായിരുന്നു. ഒരൊറ്റ ചടങ്ങായിരുന്നില്ല, പക്ഷെ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിന്ന് ഒത്തിരി കളർഫുൾ ബ്രൈറ്റ് ഹാപ്പി ആയിട്ടുള്ള കുറേ മെമ്മറീസാണ് ഇപ്പോഴും ഇവർ സമ്മാനിച്ചത്. ഇവരുടെ വെഡിങ്ങിൻ്റെ അന്നും ഇവർ എക്സ്പീരിയൻസ് ചെയ്തത്. ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വക. ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ 4 പേർക്കും കൂടി ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. ഇവർക്ക് ഓൾറെഡി ഗസ്റ്റസ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് എന്താണ്, ഏത് ഫോട്ടോ ആണെന്നൊക്കെ ഞാൻ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഇവര് തന്നെ ഇവരുടെ കല്യാണത്തിന്റെ പ്രൊഫഷണൽ ഫോട്ടോസ് കണ്ടു തുടങ്ങിയിട്ടില്ല അല്ലേ? ഓക്കെ, സോ നിങ്ങളുടെ കണ്ടേ? ശരിക്കും ഈ 2 കപ്പിൾസിനെ കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് റോൾ മോഡൽസ് ആക്കാൻ പറ്റിയ ഒരു ഫാമിലിയാണ്. ഇവർ മാത്രമല്ല, ഇവരുടെ പേരൻസ് ആയിക്കോട്ടെ, ഇവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഇവരുടെ ഒരു കൂട്ടായ്മ, അത് തീർച്ചയായിട്ടും എല്ലാവരും റോൾ മോഡലായിട്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ട ഒരു ഫാമിലി തന്നെയാണ്.
Dawn, congratulations. Pinky, congratulations. Dimple, congratulations. Anson, congratulations. So ഇവരുടെ വെഡിങ് ഒരു എക്സ്ട്രാവഗൻറ്റ് വെഡിങ് തന്നെയായിരുന്നു. ഞാൻ ഈ വെഡിങ് എൻജോയ് ചെയ്തതുപോലെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മറ്റൊരു കപ്പിളുടെ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.